ബി.ജെ.പിക്ക് ഈ ലോക്സഭാ ഇലക്ഷനിൽ വോട്ട് കൊടുക്കരുത്. അങ്ങനെ വോട്ട് കൊടുത്താൽ വരാൻ പോകുന്ന തലമുറയോട് നീ കാണിക്കുന്ന ഏറ്റവും വലിയ ദ്രോഹമായിരിക്കുമെന്ന്. ഇന്ത്യ എന്ന് പറയുന്നത് വലിയൊരു ആശയമാണ്. ആ ആശയത്തെപ്പറ്റി സുനിൽ കിനാനി എന്ന് പറയുന്ന സാഹിത്യകാരൻ അതിമനോഹരമായി എഴുതി വെച്ചിട്ടുണ്ട്. മുകൾ മുതൽ താഴെ വരെ അതിമനോഹരമായി ഞൊറിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ധോത്തി പോലെയാണ്, ഒരു മുണ്ട് പോലെയാണ് ഇന്ത്യ. ആ ചുളിവുകൾക്കിടയിൽ ക്രിസ്ത്യാനിയും ജൈനനും പാഴ്സിയും സിഖുകാരനും ഹിന്ദുവും മുസ്ലിമും വിശ്വാസിയും അവിശ്വാസിയും ഒക്കെയുണ്ട്. ഒരുപാട് സമരങ്ങളും പ്രക്ഷോഭങ്ങളും നിയമനിർമ്മാണങ്ങളുമുണ്ട്. ഒരുപാട് പേരുടെ ചോരയും ആത്മബലിയുമുണ്ട്. സത്യമല്ലേ? ആ ഇന്ത്യയെ എന്നേക്കുമായി തകർക്കുന്ന സംവിധാനവും നയങ്ങളും തീരുമാനങ്ങളുമായിരിക്കും വീണ്ടും ഏകാധിപതിയായ മോദി ഇന്ത്യ ഭരിച്ചാൽ. 1991 ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ ഒരു മനോഹര നിയമമുണ്ട്, ആരാധനാലയ സംരക്ഷണ നിയമം. ആ നിയമപ്രകാരം 1947 ഓഗസ്റ്റ് 15 വരെ ഇന്ത്യയിൽ നിലവിലിരിക്കുന്ന ഒരു മതസ്ഥാപനത്തിൻ്റെ, ഒരു ആരാധനാലയത്തിൻ്റെ മതസ്വഭാവം എന്താണെന്നോ അത് അതുപോലെ നിലനിർത്തണമെന്നാണ്. നിങ്ങൾ നോക്കിക്കോളൂ, ബി.ജെ.പി വീണ്ടും അധികാരത്തിൽ വന്നാൽ ഈ നിയമം എടുത്ത് തോട്ടിൽ കളയും, അമൻഡ് ചെയ്യും. കാരണം ഇന്ത്യയിൽ 1000-ലധികം മുസ്ലിം പള്ളികളാണ് ബി.ജെ.പിക്കാർ, RSSകാർ ഇപ്പോഴേ ടാർഗറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഉത്തർപ്രദേശിലെ ഗ്യാൻവാപ്പി ചർച്ച് അടക്കം. ഇത് കേൾക്കുമ്പോൾ ക്രിസ്ത്യാനികൾക്കൊരു സുഖമുണ്ട്. മുസ്ലിം പള്ളികളല്ലേ തകർക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾ ബി.ജെ.പിക്ക് വോട്ട് ചെയ്യും. അവിടെയും തെറ്റുപറ്റും. കാരണം മണിപ്പൂരിൽ നമ്മൾ കണ്ടതാണ്, ക്രിസ്ത്യൻ വിശ്വാസമനുസരിച്ച് ഒരുപക്ഷെ സ്വന്തം അമ്മയേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്ന കന്യാമറിയത്തെയാണ്. കന്യാമറിയത്തിൻ്റെ പ്രതിമകൾ എത്രത്തോളമാണ് മണിപ്പൂരിൽ തകർന്നത് എന്ന് മനസ്സിലാക്കണം. അതുമാത്രമല്ലല്ലോ, ഇങ്ങ് കേരളത്തിൽ പാലയൂർ ചർച്ച് എന്ന് പറയുന്ന പുരാതനമായ ചർച്ച് പണ്ട് ശിവക്ഷേത്രമായിരുന്നുവെന്ന് RSSൻ്റെ RV ബാബു പറഞ്ഞു വെച്ചിട്ടുമുണ്ട്. 1950-ലാണ് ബാബറി മസ്ജിദ് രാമക്ഷേത്രമായിരുന്നുവെന്ന് RSSകാർ പറഞ്ഞു തുടങ്ങിയത്. പിന്നീട് തകർന്നത് 1992-ലാണ്. ഇപ്പോഴേ പറയുന്നു പള്ളികൾ, മുസ്ലിം പള്ളികൾ, ക്രിസ്ത്യൻ പള്ളികളൊക്കെ ക്ഷേത്രങ്ങളായിരുന്നുവെന്ന്. വരാൻ പോകുന്ന വലിയ തകർച്ചയുടെ, വരാൻ പോകുന്ന വലിയ വിപത്ത് പറഞ്ഞു വെക്കുന്നുണ്ടവർ. അതുകൊണ്ട് മൗനമായിരുന്നു കേട്ടിട്ട് ബി.ജെ.പിക്ക് വോട്ട് കൊടുത്താൽ നീ നിന്റെ തലമുറയോട് കാണിക്കുന്ന ഏറ്റവും വലിയ ദ്രോഹമായിരിക്കും. ഇന്ത്യ എന്ന ആശയത്തെ കഴിവേറ്റുന്ന നടപടിയായിരിക്കും. അത് ചെയ്യരുത്. ബി.ജെ.പിക്ക് വോട്ട് കൊടുക്കരുത്. ഡോണ്ട് വോട്ട് ടു ബി.ജെ.പി.